ബലാത്സംഗ കേസിൽ നടൻ സിദ്ദീഖ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. താരസംഘടന അമ്മയും WCCയും തമ്മിലുള്ള തർക്കത്തിന്റെ ഇരയാണ് താനെന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിലെ സിദ്ദീഖിന്റെ വാദമുണ്ട്. സിദ്ദീഖിനായി മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗി ഹാജരാകും. അതിജീവിതയ്ക്കായി മുതിർന്ന അഭിഭാഷക വൃന്ദ ഗ്രോവർ ഹാജരാകുകയും ചെയ്യും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും ജാമ്യാപേക്ഷയുടെ പ്രധാനപ്പെട്ട വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. അതുപോലെ കൊച്ചിയിൽ നിന്ന് ജാമ്യാപേക്ഷ തള്ളിയാൽ അന്വേഷണ സംഘം എങ്ങനെ നീങ്ങുമെന്ന വിവരവുമായി ശ്രീകാന്ത് കൂടി ചേരും. ആദ്യം ഡൽഹിയിലേക്ക് ബൽറാം നെടുങ്ങാടി, ഗുഡ് മോർണിംഗ്. ബൽറാം, വളരെ നിർണായകമായ ഒരു ദിവസമാണ് സിദ്ദീഖിനുള്ളത്. കാരണം സുപ്രീം കോടതിയാണ് ഏറ്റവും അവസാനത്തെ ശരണം. അതുകൂടി തള്ളിയാൽ അറസ്റ്റ് ഭരിക്കുകയോ കീഴടങ്ങുകയോ ഒക്കെ മാത്രമേ അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ളൂ. എന്തൊക്കെയാണ് വിവരങ്ങൾ? സുപ്രീം കോടതിയിൽ എത്രാമത്തെ കേസാണ് ഇത് പരിഗണിക്കുക? ഗുഡ് മോർണിംഗ് SKN. തീർച്ചയായും നടൻ സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് ഇന്നത്തെ ദിവസം. അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയിൽ നിന്നും വരാനിരിക്കുന്ന തീരുമാനം എന്നുള്ളത്. ഇന്ന് സുപ്രീം കോടതിയിലെ 62ാമത്തെ ഐറ്റമായാണ് ഈ കേസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഉച്ചയൂണിന് ശേഷമായിരിക്കും സാധാരണ നിലയിലാണെങ്കിൽ ഈ ഹർജി സിദ്ദീഖിന്റെ അപേക്ഷ പരിഗണിക്കേണ്ടത്. ജസ്റ്റിസ് ബേല M ത്രിവേദി, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഈ സിദ്ദീഖിന്റെ ഹർജി പരിഗണിക്കുന്നത്. സിദ്ദീഖിനായി മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗിയാണ് ഹാജരാകുന്നത്. അദ്ദേഹത്തിന്റെ മകൻ ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ അഭിഭാഷകരുമായി ചർച്ച നടത്തിയിരുന്നു. ഒപ്പം തന്നെ ഈ കേസ് അന്വേഷണ ഉദ്യോഗസ്ഥ മെറിൻ ജോസഫും ഇന്നലെ തന്നെ ഡൽഹിയിലെത്തുകയും സർക്കാർ അഭിഭാഷകരുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. സർക്കാരിന് വേണ്ടിയും മുതിർന്ന അഭിഭാഷക, സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകയും അഡീഷണൽ സോളിസിറ്റർ ജനറലുമായ ഐശ്വര്യ ഭാട്ടിയാണ് ഹാജരാകുന്നത്. സമാനമായി അതിജീവിതയ്ക്ക് വേണ്ടി വൃന്ദ ഗ്രോവർ ഹാജരാകുന്നുണ്ട്. പ്രധാനമായും സിദ്ദീഖ് ഈ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് അമ്മയും WCCയും തമ്മിലുള്ള തർക്കമാണ് തന്നെ ഇരയാക്കാൻ കാരണമായിരിക്കുന്നത് എന്നുള്ളതാണ്. കൂടാതെ മതിയായ അന്വേഷണം നടത്താതെയാണ് പോലീസ് തനിക്കെതിരെ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങിയിരിക്കുന്നത് എന്നും പ്രതിയുടെ ലൈംഗിക ശേഷി പരിശോധിക്കണം എന്നത് മുൻകൂർ ജാമ്യം നൽകാതിരിക്കാൻ കാരണമാണോ എന്നാണ് സിദ്ദീഖ് തന്റെ ജാമ്യാപേക്ഷയിൽ ഉന്നയിക്കുന്ന ചോദ്യം. ഹൈക്കോടതിയിൽ നിന്നുണ്ടായ തിരിച്ചടികൾ അത് ഓരോ പോയിന്റും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിനുള്ള മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിലേക്കായി തയ്യാറാക്കിയിരിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതിയുടെ തീരുമാനം അത് പൂർണ്ണമായും തെറ്റാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ മുകുൾ റോത്തഗിയുടെ ഓഫീസ് തയ്യാറാക്കിയ ഈ അപേക്ഷയിൽ വ്യക്തമാക്കുന്നത്. പരാതി നൽകാൻ 8 വർഷം എടുത്തു എന്ന കാരണത്താൽ മാത്രം മുൻകൂർ ജാമ്യം അനുവദിക്കേണ്ടതല്ലേ എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു ചോദ്യം എന്നുള്ളത്. പരാതി നൽകാനെടുത്ത കാലതാമസം ഒരു പ്രധാന കാരണമാണ് എന്ന് തന്നെയാണ്. FIR രജിസ്റ്റർ ചെയ്തതിലെ കാലതാമസം വിശദീകരിക്കാനാവാത്തത് അതിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതാണ് എന്നും സിദ്ദീഖിന് വേണ്ടിയുള്ള വാദം ഇന്ന് സുപ്രീം കോടതിയിൽ ഉയരും. ആരോപണം പൂർണ്ണമായും പ്രതി നിഷേധിച്ചു എന്നത് മുൻകൂർ ജാമ്യം തള്ളാനുള്ള കാരണമാണോ എന്ന സിദ്ദീഖിന്റെ അഭിഭാഷകന്റെ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സംഭവത്തിന് ശേഷം പിന്നീട് ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചു എന്നത് പരാതി നൽകാൻ വൈകിയതിന് ന്യായീകരണമല്ല എന്നുമുള്ള വാദവും സിദ്ദീഖ് ഉന്നയിക്കുന്നുണ്ട്. ഏറെ നിർണായകമാണ് സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം എന്നുള്ളത്. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി. യഥാർത്ഥത്തിൽ ഇന്നലെ വളരെ ചടുലമായ ചില നീക്കങ്ങൾ അന്വേഷണ സംഘം നടത്തിയിരുന്നു. അദ്ദേഹം കൊച്ചി നഗരത്തിൽ തന്നെ ഉണ്ടായിരുന്ന വാർത്തകൾ വരുമ്പോൾ പല സ്ഥലങ്ങളും അരിച്ചു പെറുക്കാൻ SIT ശ്രമിച്ചു. പക്ഷേ വലിയ കാര്യമായിട്ടൊന്നും ഫലമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒരുപക്ഷെ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞാൽ SIT എന്തായിരിക്കും അടുത്ത നീക്കം നടത്തുക എന്നറിയാൻ നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് കൂടി ചേരുന്നു. കുറേ കാലമായി ഈ വാർത്തയെ ഫോളോ ചെയ്യുന്ന ആളാണ് ശ്രീകാന്ത്. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയായിരിക്കും SIT ഇന്നലെ നടത്തിയ പല നീക്കങ്ങളും പാളി എന്ന് പറയാൻ കഴിയുമോ? എന്താണ് പുതിയ നീക്കം? വെരി ഗുഡ് മോർണിംഗ് SKN. സുപ്രീം കോടതിയിലെ ഉത്തരവിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഇന്നത്തെ ഈ അന്വേഷണ സംഘത്തിന്റെ ഓരോ നീക്കങ്ങളും. അതായത് നമ്മുടെ കോസ്റ്റൽ IG ഓഫീസിൽ അവരുടെ പ്രത്യേക ക്യാമ്പ് ഓഫീസുണ്ട്. ആ ക്യാമ്പ് ഓഫീസിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നുള്ള സംഘമടക്കം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ ഹർജി തള്ളിയാൽ സിദ്ദിഖിന് പിന്നാലെ പായുക എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ ഈ സിദ്ദിഖിന്റെ മകന്റെ 2 സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തി, അത് വിളിച്ചു വരുത്തിയതല്ല, വീട്ടിൽ കയറി എടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ് പറയുന്നത്. രാവിലെ വെളുപ്പാങ്കാലത്ത് കയറി പിടിച്ചുകൊണ്ടുപോയി അവരെ ചോദ്യം ചെയ്തിരുന്നു. അതായത് സിദ്ദിഖിനെ രക്ഷപ്പെടാൻ സഹായിച്ചത് ഇവരാണ്.
എന്ന് ചില സന്ദേശങ്ങൾ വിവരങ്ങൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് കൊണ്ടുപോയത്. പിന്നീട് അവരെ വിട്ടയച്ചു. ഒരു പക്ഷേ കാര്യമായി ഒന്നും കിട്ടിക്കാണില്ല, അതുകൊണ്ടായിരിക്കാം വിട്ടയച്ചത്. പക്ഷേ ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ ഇങ്ങനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷം ഈ കേസ് സുപ്രീം കോടതി പരിഗണിക്കും. അങ്ങനെയാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ സിദ്ദിഖ് ജാമ്യം തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സിദ്ദിഖിന്റെ അടുത്ത നീക്കം എങ്ങനെയാകും എന്ന് അവർ പരിശോധിക്കും. സ്വാഭാവികമായും സിദ്ദിഖ് പോകാനിടയുള്ള സിദ്ദിഖുള്ള സ്ഥലങ്ങൾ അരിച്ചു പെറുക്കുക, സിദ്ദിഖിന്റെ അറസ്റ്റ് വളരെ വേഗം ഉറപ്പിക്കുക എന്നുള്ളതായിരിക്കും അന്വേഷണ സംഘം ചെയ്യാൻ പോകുന്നത്. അറസ്റ്റ് ചെയ്യുക എന്ന നടപടിയിലായിരിക്കും അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കീഴടങ്ങാൻ അവസരം കൊടുക്കരുത് എന്നാണ് അവർക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശവും. ഇനി സിദ്ദിഖ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സ്വാഭാവികമായും അദ്ദേഹത്തിന് കീഴടങ്ങുക എന്നതിനപ്പുറം മറ്റ് പോംവഴികൾ ഇല്ലാതാകും. തെരഞ്ഞെടുക്കാനുള്ള സാധ്യത ഒന്നുകിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്ത മ്യൂസിയം പോലീസ് സ്റ്റേഷൻ, അത് തിരുവനന്തപുരത്താണ്, അവിടെ എത്തി കീഴടങ്ങുക എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിന്റെ മനസ്സിൽ. ഇനി അതല്ലെങ്കിൽ ആ മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ നിയന്ത്രണത്തിൽ വരുന്ന, അല്ലെങ്കിൽ ആ മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ കേസുകൾ വരാൻ സാധ്യതയുള്ള മജിസ്ട്രേറ്റ് കോടതിയുണ്ട്, വഞ്ചിയൂർ കോർട്ട് കോംപ്ലക്സിലായിരിക്കും അത്. അവിടെ എത്തി കീഴടങ്ങുക എന്നൊരു ഉദ്ദേശം കൂടി അദ്ദേഹത്തിന് കാണും. ഈ രണ്ട് സ്ഥലങ്ങൾ വളരെ ശ്രദ്ധാകേന്ദ്രങ്ങളായി മാറുകയും ചെയ്യും ജാമ്യം തള്ളിയാൽ. അങ്ങനെയാണ് നിലവിൽ കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. കീഴടങ്ങാൻ അനുവദിക്കാതെ അറസ്റ്റ് രേഖപ്പെടുത്താൻ പോലീസും, എന്നാൽ മ്യൂസിയം സ്റ്റേഷനിലോ വഞ്ചിയൂർ കോർട്ട് കോംപ്ലക്സിലോ എത്തി കീഴടങ്ങാൻ സിദ്ദിഖും ഈ ജാമ്യം തള്ളിയാൽ സാധ്യതയുണ്ട്. ഉദ്വേഗജനകമായ മുഹൂർത്തങ്ങളാണ് കടന്നു പോകുന്നത്, നിമിഷങ്ങളാണ്, മണിക്കൂറുകളാണ് കടന്നു പോകാൻ പോകുന്നത്. കാത്തിരിക്കുക മാത്രമേ നിവർത്തിയുള്ളൂ SKN. കാരണം ആ ജഡ്ജ്, സുപ്രീം കോടതിയിൽ ഈ കേസ് പരിഗണിക്കാൻ പോകുന്ന ജഡ്ജ് കുറച്ച് കടുകട്ടിയാണ്. നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഇത്തരം കേസുകളൊക്കെ തന്നെ വന്നാൽ നന്നായി കൈകാര്യം ചെയ്തേ വിടൂ എന്നുള്ളതാണ് മനസ്സിലായത്. അങ്ങനത്തെ ഒരു ജഡ്ജ് കൂടിയാണ്. കാത്തിരിക്കുക, എന്താകും തീരുമാനമെന്നറിയാൻ. അത്രയും നിവർത്തിയുള്ളൂ. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്. എന്തായാലും കാത്തിരുന്ന് കാണാം.